إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. പകലിൽ നോമ്പ് നോറ്റും രാത്രിയിൽ നമസ്കരിച്ചും ധാരാളം ഖുർആൻ പാരായണം ചെയ്തും നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആൻ കൊണ്ട് നേടേണ്ട നേട്ടം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ആ ഖുർആൻ നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ അല്ലാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അവരുടെ ഖൽബിൽ വിറകൊള്ളും. അതുപോലെ തന്നെ അവർ അല്ലാഹുവിന്റെ ആയാത്തുകൾ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയാത്തുകൾ, അതുപോലെ ദൃഷ്ടാന്തങ്ങൾ, ഇതെല്ലാം അവരുടെ മേലെ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ ഈമാൻ അതുമൂലം വർദ്ധിക്കുന്നു. അതവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഖുർആൻ നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാക്കിയിട്ടുള്ളത്? കേവലം വാചകങ്ങൾ വായിച്ചു തീർക്കുന്നതാണോ നമ്മുടെ ഖുർആൻ പാരായണം എന്നുള്ളത്? അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അതോ നമ്മുടെ ഈമാനിൽ, നമ്മുടെ ഖൽബിനെ പുതുക്കുന്നതിൽ, ഖൽബിന്റെ കാഠിന്യത്തിൽ മാറ്റം വരുത്തുന്നതിൽ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഖുർആൻ ഉണ്ടാക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ശാസനയോടുകൂടി മുഅ്മിനീങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേൾക്കുമ്പോഴെല്ലാം അങ്ങേയറ്റം കരയുമായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു അതിന്റെ ആശയത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയുകയാണ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ? ഈമാനിന്റെ ആളുകൾക്ക് സമയമായില്ലേ? എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലേക്ക് അവരുടെ ഖൽബുകൾ കീഴൊതുങ്ങാൻ വേണ്ടി അവർക്ക് ഇറക്കപ്പെട്ട ഹഖിലേക്ക്, സത്യത്തിലേക്ക്, ഖുർആനിലേക്കും ഹദീസിലേക്കും സുന്നത്തിലേക്കും ഈ ദീനിലേക്കും കീഴൊതുങ്ങാൻ അവർക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. അവർ ആവാതിരിക്കാനും സമയമായില്ലേ? മുൻപ് കിതാബ് ഇറക്കപ്പെട്ട അഹ്ലുൽ കിതാബുകാരെ പോലെ. ഫതാല അലൈഹിമുൽ അമദ്. അവർക്ക് എന്താണ് സംഭവിച്ചത്? അവർക്ക് വേദഗ്രന്ഥം ഇറങ്ങി, അവർക്ക് റസൂലുകൾ നിയോഗിക്കപ്പെട്ടു, അവർക്ക് ദീൻ പഠിപ്പിക്കപ്പെട്ടു. പക്ഷേ കാലദൈർഘ്യം ഫഖസത് ഖുലൂബുഹും. അവരുടെ ഖൽബിൽ കാഠിന്യമുണ്ടാക്കി. സഹോദരങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മദനിയായ സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ഈ ആയത്ത് മദീനയിൽ അവതരിച്ചതാണ്. അന്നുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പലതരത്തിലുള്ള ത്യാഗം സഹിക്കേണ്ടി വന്ന, സ്വന്തം നാടും വീടും കച്ചവടവും സ്വത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് ഹിജറ ചെയ്ത, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ജിഹാദ് ചെയ്ത സ്വഹാബികളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ളത്. നമ്മുടെ അവസ്ഥ എന്താണ്?
നാം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തത്തിനോട് ചോദിച്ചിട്ടുണ്ടോ ഈ ചോദ്യം? അള്ളാഹുവിന്റെ ദിക്റിൽ, അള്ളാഹുവിന്റെ ഖുർആനിന് മുമ്പിൽ, അള്ളാഹുവിന്റെ ദീനിന് മുമ്പിൽ കീഴൊതുങ്ങാൻ നമുക്ക് സമയമായില്ല എന്നുള്ളത് ഈ ആയത്ത് സഹോദരങ്ങളെ ചരിത്രത്തിൽ സലഫുകളിൽ ശ്രേഷ്ഠനായ ആബിദുൽ ഹറമൈൻ എന്നുള്ള സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ തൗബക്ക് കാരണമായിട്ടുള്ള ഒരു ആയത്ത് കൂടിയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ യുവത്വത്തിൽ ഒരു കൊള്ളക്കാരനായിരുന്നു. യാത്രാ സംഘത്തിന്റെ മുതൽ കട്ടെടുക്കുന്ന കൊള്ളയെടുക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ തന്റെ കാമുകിയുടെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം ആ കാമുകിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു മതിൽ ചാടിക്കിടക്കുന്ന സന്ദർഭത്തിലാണ് ആ വീട്ടിൽ നിന്ന് ഒരു ഖുർആൻ പാരായണം കേട്ടത്. വഴിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് ആ ഖുർആൻ പാരായണത്തിൽ ഈ ആയത്ത് ആ ഓതുന്ന വ്യക്തി ഉറക്കെ പാരായണം ചെയ്തു. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ പാപം കൊണ്ട് ഇരുട്ട് പിടിച്ച ഹൃദയത്തിലേക്ക് ഇറങ്ങി, പ്രകാശമായിട്ട് ഇറങ്ങി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞുപോയി, ബലാ യാ റബ്ബ് ഖദ് ആൻ. അതേ റബ്ബേ, സമയമായിട്ടുണ്ട്. ബലാ യാ റബ്ബ് ഖദ് ആൻ, ഇതാ ഇപ്പോൾ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് അത് നാവിൽ ഉരിയാടിക്കൊണ്ട് വഴിയിലൂടെ നടക്കുന്ന സമയത്ത് യാത്രക്കാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംഘത്തെ കണ്ടു. ആ സംഘത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള അവരുടെ സംസാരം കേട്ടു. അതിൽ ചിലർ പറഞ്ഞു നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു വേണ്ട, യാത്ര തുടരണ്ട, പ്രഭാതത്തിൽ നമുക്ക് ആരംഭിക്കാം, വഴിയിൽ ഫുളൈൽ ഉണ്ടാകും, കൊള്ളക്കാരനായ ഫുളൈൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള സ്വന്തത്തോട് പറഞ്ഞു, അല്ലാഹ്, എന്തൊരവസ്ഥയാണ്. അറാനി ബില്ലൈൽ അസ്ആ ഫീ മആസില്ലാഹ്. ഞാനിതാ രാത്രിയിൽ അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ഒരു ഹറാമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. ഖൗമും മിനൽ മുസ്ലിമീൻ യഖാഫൂനനി. ഇതാ മുസ്ലിമീങ്ങളായ ഒരു കൂട്ടർ എന്നെ ഭയപ്പെടുന്നു, മുസ്ലിമീങ്ങളായ കൂട്ടർ എന്നെ ഭയപ്പെടുന്നു. എന്തൊരവസ്ഥയാണിത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഖദ് തുബ്തു ഇലൈക്. അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എന്റെ ഈ ജീവിതം ഞാൻ മാറ്റാൻ ഒരുങ്ങുന്നു. എന്റെ പാപങ്ങൾ ഒഴിവാക്കുന്നു, എന്റെ ഹറാമുകൾ ഒഴിവാക്കുന്നു. ഞാനിതാ തൗബ ചെയ്ത് മടങ്ങുന്നു. വജഅൽതു തൗബതി ഇലൈക ജിവാറ ബൈതികൽ ഹറാം. ഇതാ എന്റെ തൗബയുടെ ഭാഗമായി റബ്ബേ, ഞാൻ നിന്റെ ഹറമിന്റെ അടുത്തായിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകുമെന്ന് പറഞ്ഞ് ഹറമിന്റെ അടുത്തൽ ഇബാദത്തുകളിലായി പിന്നീടുള്ള ജീവിതം നയിച്ച ആബിദുൽ ഹറമൈൻ എന്ന് സലഫുകൾ പറയുന്ന വ്യക്തിയുടെ മാറ്റത്തിന് കാരണമാക്കിയ ആയത്തായിരുന്നു ഈ ആയത്ത്. സഹോദരങ്ങളെ, പിന്നീട് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയെ പറ്റി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് ഇബ്രാഹിം ഇബ്നു ഷമ്മാസ് ഇബ്നു മുബാറക് റഹിമഹുള്ള ഇവർ പറയുകയുണ്ടായി, മാ ബഖിയ അലാ വഹ്രിൽ അർള് ഇൻദി അഫ്ളല മിൻ ഫുളൈൽ ഇബ്നു ഇയാദ്. എനിക്ക് എന്റെ പരിചയത്തിൽ ഈ ഭൂമിയിൽ ഫുളൈൽ ഇബ്നു ഇയാദിനേക്കാൾ ഉത്തമനായ ഒരു വ്യക്തിയുമില്ല. ശരീഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ലം യസൽ ലികുല്ലി ഖൗമിൻ ഹുജ്ജത്തുൻ ഫീ അഹ്ലി സമാനിഹിം. ഓരോ സമൂഹത്തിനും അവരുടെ സമൂഹത്തിൽ അവരുടെ കാലഘട്ടത്തിൽ ഒരു ഹുജ്ജത്ത് ഉണ്ടാകും. അഥവാ അവനെ പോലെയായിരുന്നു നിങ്ങൾ ആകേണ്ടത് എന്ന് കാണിക്കാനുള്ള ഒരു ഹുജ്ജത്ത് ഉണ്ടാകും. വഇന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ഫീ ഹുജ്ജത്തി ഫഇന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ഹുജ്ജത്തു ലിഅഹ്ലി സമാനിന. നമ്മുടെ കാലഘട്ടത്തിലുള്ള അങ്ങനെയുള്ള ഹുജ്ജത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് ആണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ എത്ര കടുത്ത ഹൃദയമുള്ള ഒരാളിലേക്കാണ് ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ട് ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിതാ ഖുർആൻ പാരായണം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾ കുറയ്ക്കാൻ സാധിച്ചുവോ? നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവോ? സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ സാധിച്ചുവോ? നമ്മുടെ കുറവുകൾ നികത്താൻ സാധിച്ചുവോ? അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ കൽബ് വിറകൊള്ളുന്ന അവസ്ഥയിലായുവോ? അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങാൻ വിനീതരാവാൻ നമുക്ക് സാധിച്ചുവോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ. അല്ലാഹു അതാ കിതാബായിക്കൊണ്ട് ഏറ്റവും നല്ല സംസാരം ഇറക്കിയിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മസാനി, പരസ്പരം സാദൃശ്യമുള്ള ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം, അതുപോലെ ആവർത്തിച്ചു വരുന്ന ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അത് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ തൊലിയിലത രോമാഞ്ചം കൊള്ളുന്നു. ثم تلين جلودهم وقلوبهم الى ذكر الله. പിന്നീടതാ അവരുടെ തൊലികളും അവരുടെ കൽബുകളും അള്ളാഹുവിന്റെ ദിക്റിന് മുമ്പിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ വിനീതമായി കീഴൊതുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ,
ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം, നമ്മുടെ ഖൽബിനെ മൃദുലമാക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുന്നതാക്കണം, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാകണം. എന്നാലാണ് ഖുർആനിനെ യഥാർത്ഥ രൂപത്തിൽ ഏറ്റെടുത്ത ആളുകളായി നമ്മൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുൻഗാമികളെ പറ്റി, അഹ്ലുൽ കിതാബിനെ പറ്റി അള്ളാഹു പറഞ്ഞതുപോലെ വേദം ചുമക്കുന്ന കഴുതകളെ പോലെയാണെന്ന് അള്ളാഹു പറഞ്ഞതുപോലെയാകും. ഈ ആയത്തിന്റെ ബാക്കിയിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, അവരുടെ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും അവർക്ക് സമയമായില്ലേ? മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചത്? അവർ കിതാബിനെ സ്വീകരിച്ചു, പക്ഷേ അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർ അതിൽ മാറ്റത്തിരുത്തലുണ്ടായി. അവരുടെ ദീനിൽ ശുബ്ഹത്തുകൾ കൊണ്ട് അവർ മുന്നോട്ട് പോയി. ഫതാല അലൈഹിമുൽ അമദ്, അങ്ങനെ കാലദൈർഘ്യം അവരിൽ എന്തുണ്ടാക്കി? ഫഖസത് ഖുലൂബുഹും, അവരുടെ ഖൽബ് കാഠിന്യം ബാധിച്ചു. ഖുർആൻ ആദ്യകാലത്ത്, ഈമാനിന്റെ ആദ്യകാലത്ത് കേട്ട പോലെയുള്ള മാറ്റം പിന്നീട് അവരുടെ ഖൽബിൽ ഖുർആൻ കൊണ്ടുണ്ടായില്ല. ഈമാനിന്റെ ആദ്യകാലത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടായ പോലൊരു മാറ്റം പിന്നീട് കാലദൈർഘ്യത്തിൽ അവരിൽ ഉണ്ടായില്ല. അങ്ങനെയാണോ നമ്മൾ ആകുന്നത്? മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലുൽ കിതാബിനെ പോലെയാണോ നമ്മൾ ആകുന്നത്? അതല്ല, നമുക്ക് മാതൃകയായിട്ടുള്ള സ്വഹാബികളുടെയും സലഫുകളുടെയും മാർഗത്തിൽ ഖുർആൻ കൊണ്ട് ഖൽബിൽ പ്രകാശം ലഭിക്കുന്ന ആളുകളായിട്ടാണോ നമ്മൾ മാറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ ഈമാന ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു ഥൗബ്, വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഖൽബിലുള്ള ഈമാൻ നുരുമ്പിപ്പോകും. നിങ്ങളുടെ ഖൽബിലുള്ള ഈമാൻ വസ്ത്രം ഒരു കാലത്ത് ഒരുപാട് കാലം വെച്ചു കഴിഞ്ഞാൽ നുരുമ്പിപ്പോകുന്നത് പോലെ ആ ഈമാൻ നുരുമ്പിപ്പോകും. ഫസ്അലുല്ലാഹ അയ്യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങൾ അല്ലാഹുവിനോട് തേടുക, നിങ്ങളുടെ ഖൽബിൽ ഈമാനിനെ പുതുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക. സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് മടുപ്പ് ആവശ്യമില്ല, ഒരിക്കലും നിരാശ ആവശ്യമില്ല. എത്ര വലിയ കടുത്ത ഹൃദയമായി മാറിയിട്ടുണ്ടെങ്കിലും ഇതാ അള്ളാഹുവിന്റെ കലാം കൊണ്ട് അതിനൊരു മാറ്റമുണ്ടാകും. ഈ 16-ാമത്തെ ആയത്തിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് അതിനെ അറിയിക്കുന്നതാണ്. ഇഅ്ലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യുഹീൽ അർള ബഅദ മൗതിഹാ, അല്ലാഹു അദാ ഭൂമിയെ അത് മരിച്ച് കടുത്തുപോയ വരണ്ടുപോയ അവസ്ഥയിന് ശേഷം അതിന് വീണ്ടും ജീവസുറ്റതാക്കുന്നു, അതിൽ നിന്ന് ചെടികൾ മുളച്ചു വരുന്ന പച്ചപ്പ് നിറഞ്ഞതാക്കുന്നു. ഖദ് ബയ്യന്നാ ലകുമുൽ ആയാത്ത് ലഅല്ലകും തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയതാ ഈ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി തരുന്നു. അതെ, വരണ്ടുപോയ ഭൂമിയിൽ മഴ വർഷിച്ചതിന് ശേഷം എങ്ങനെയാണോ അത് നനഞ്ഞു കുതിർന്ന് പച്ചപ്പുള്ള ചെടികൾ മുളപ്പിക്കുന്നത്, അതുപോലെ പാപങ്ങൾ കൊണ്ട് കറ പിടിച്ച വരണ്ടു പിടിച്ച ഹൃദയങ്ങളിൽ ഖുർആനിന്റെ മഴ അതിറങ്ങുന്നതോടുകൂടി ഈമാനിന്റെ തൈകൾ മുളച്ചു വരികയും അതൊരു പടുവൃക്ഷമായി വളരുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ നേട്ടമായ ഖൽബിന് ലഭിക്കേണ്ട പ്രകാശം, ഈമാനിന്റെ വർധനവ്, അത് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. അല്ലാതെ കടുത്ത ഹൃദയവുമായി ഒരു തരി പോലും ഖൽബിലേക്ക് പ്രവേശിക്കാതെ വേദം ചുമക്കുന്ന കഴുതകളെന്ന് അഹ്ലുൽ കിതാബിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മൾ ആകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, പരലോക ജീവിതമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ദുനിയാവ് താൽക്കാലികമായിട്ടുള്ള വിഭവമാണ്. ഒരിക്കലും ദുനിയാവ് നമ്മെ പരലോകത്തിന്റെ വിഷയത്തിൽ വഞ്ചിപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിന്റെ നശ്വരമായ ആനന്ദങ്ങൾക്ക് മുമ്പിൽ വഞ്ചിതരായി പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, യാ ഖൗം, ഏ സമൂഹമേ, ഏ മനുഷ്യരെ, ഏ ജനങ്ങളെ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ, തീർച്ച ദുനിയാവെന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു വിഭവം മാത്രമാണ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകമാണ് നിലനിൽക്കുന്ന ഭവനമായിട്ടുള്ളത്, പരലോകമാണ് നിലനിൽക്കുന്ന ഭവനമായിട്ടുള്ളത്. മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, പാപം ചെയ്തവന് അതിനനുസൃതമായ പ്രതിഫലമാണ് പരലോകത്ത് നൽകപ്പെടുകയുള്ളൂ. വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണോ പെണ്ണോ ആവട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ വഹുവ മുഅ്മിനുൻ, യഥാർത്ഥ വിശ്വാസത്തോടുകൂടി തൗഹീദോടുകൂടിയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്.
യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. ഒരു കണക്കില്ലാതെ ആ സ്വർഗത്തിൽ അവർക്കതാ വിശിഷ്ടമായ ഉപജീവനങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ സ്വർഗമായിരിക്കണം ഉണ്ടാകേണ്ടത്. ആ സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് വരെ ദുനിയാവിന്റെ ഏതൊരിച്ഛക്ക് മുമ്പിലും ഏതൊരാഗ്രഹത്തിനു മുമ്പിലും ക്ഷമിക്കുക. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ മുന്നേറുക. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അതിനെ മുറുകെ പിടിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഹക്കിലേക്ക്, നാളെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മാർഗരേഖയായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഖുർആനിനെ അമലാക്കുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന, അതുകൊണ്ട് ഖൽബിൽ മാറ്റമുണ്ടാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി നമ്മൾ മാറണം. അല്ലാതെ കേവലം അതിനെ ചുമന്നു നടക്കുന്ന കഴുതുകളെ പോലെ നമ്മൾ ആകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികൾ, ഖുർആൻ കൊണ്ട് ഖൽബിനെ മൃദുലമാക്കുന്ന, അല്ലാഹുവിന്റെ പ്രകാശം ഖൽബിൽ നിറയുന്ന സത്യവിശ്വാസികളായി നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.